ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, അന്നത്തെ ആദ്യത്തെ ദിവസത്തെ വീഡിയോയാണ്. അപ്പം ഇപ്പോൾ ഒരു സമയം ഒരു 7:30 ആയില്ല, 7:15 ആയപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോളും ഡാഡിയൊക്കെ രാവിലെ പോയി. കാരണം അവരവിടെ സ്റ്റേ ചെയ്യുമെന്നും രാവിലെ രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. രജിസ്ട്രേഷൻ എഴുതാനൊക്കെ ഇരിക്കുന്നത് പോൾ മോന. അതുകൊണ്ട് അവർക്ക് രാവിലെ ഒരു 6:30 അവരിവിടുന്ന് പോയി. ഇപ്പം ഞങ്ങൾ അവിടെ എത്തി. പ്രൈസമോൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളവിടെ ഒരു 7:45 ആയപ്പോഴത്തേക്കിന് എത്തി. എല്ലാവരും വന്നുകൊണ്ടേ, ഈ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അവിടെ സ്റ്റേ ചെയ്യുന്നവർക്കെല്ലാം റൂമുകളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് ഓരോരുത്തരും എവിടെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം. അവിടെ ഇപ്പം പോൾ മോനും വേറെ 1-2 പേരൊക്കെ അവിടെ ഉണ്ട്. കാരണം വരുന്നവർക്കെല്ലാം റൂം എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ ജോലി അവരുടേത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാവും ബുർജിയായിരുന്നു. ബുർജി കണ്ടപ്പോഴേ പ്രൈസമോന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ജാം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ജാം എടുത്തു, പാവും എടുത്തു. പിന്നെ ചായയും കോഫിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൺഡേ ഞങ്ങൾക്ക് മിക്കവാറും ഈ പാവും ബുർജി ആയതുകൊണ്ട് എല്ലാവരും ബുർജി ഇപ്പം മതിയായി. അന്നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഹോളിൽ വന്നിരുന്നു. ഹോളിൽ അന്നേരം കൊയർ പിള്ളേർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. മീറ്റിംഗ് ഒരു 9 മണിയായിട്ട്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 9 മണിയാകുമ്പോഴേ തുടങ്ങത്തുള്ളൂ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പം പെട്ടെന്ന് ഇങ്ങനെ ഹോളിൽ വന്നതാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ടീ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ടീ ടൈമിനൊന്നും പോയില്ല. ഇതിപ്പോൾ പിള്ളേരുടെ ചിൽഡ്രൻ സെക്ഷനും കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കും. അവർക്കൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അപ്പം ഫാമിലി സെഷൻ ഉണ്ടായിരുന്നു, ചിൽഡ്രൻ സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ചിൽഡ്രൻ സെഷൻ്റെ കഴിഞ്ഞ് അപ്പം ഞാൻ ഇവിടോട്ട് ഇവനെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ വൈകിട്ട് ചായയ്ക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ടീ ടൈമായിരുന്നു. ഈ ബേലുണ്ടല്ലേ, ബേലും ചായ ആണെങ്കിൽ ചായ, കോഫി ആണെങ്കിൽ കോഫി, അതായിരുന്നു. പിന്നെ ഞാൻ മീറ്റിങ്ങിൻ്റെ ഒന്നും എടുത്തില്ല കേട്ടോ. മീറ്റിംഗ് സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലേ. രാത്രി ഡിന്നറിന് ഉച്ചയ്ക്ക് ചിക്കനായിരുന്നു. രാത്രിയിൽ ഈ പാലക്ക് അരച്ചിട്ട് മട്ടറും പാലക്കൂടെ ഉള്ള കറിയും വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ മെഴുക്ക് പുരട്ടിയായിരുന്നു. 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങ് വന്നു. അപ്പം ഞാനിങ്ങനെ സെൽഫി എടുത്തിട്ട് സ്റ്റെപ്പ് ഇറങ്ങുക. ഞാനേ സൂക്ഷിച്ചിറങ്ങുക. എനിക്ക് പേടിയാണ്. വീഡിയോ എടുത്തിട്ട് ഇനി ഒരു വീഴ്ചയും കൂടെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വീഴാതെ ഞാൻ പതുക്കെ ഇറങ്ങി വരിക. അപ്പോൾ അവിടെ എല്ലാം ഇല്ല ക്രിസ്മസിന് ഇട്ട ഇതും, പിന്നെ എനിക്ക് തോന്നുന്നു ഇനി 31 അണ്ടർദിയുടെ ഇതായിരിക്കും. മൊത്തം അവരിങ്ങനെ ലൈറ്റിങ് ഇട്ടേക്കുക. തറയോട് ചേർത്തൊക്കെ ലൈറ്റിങ് ഇട്ടേക്കുക. അവിടെ എല്ലാം രാത്രി ആയപ്പോൾ അങ്ങ് മിന്നി വെട്ടം തന്നെ. അങ്ങനെ ഞാൻ കുറേയൊക്കെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറച്ചൊക്കെ എടുത്തു. അപ്പോൾ എല്ലായിടും ഇങ്ങനെ സ്റ്റാറും ഇങ്ങനെയുള്ളതൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ റോഡിൽ നമ്മളിങ്ങനെ വരുമ്പം ചില കടകളും റോഡുകളും എല്ലാം ഇതുപോലെ ലൈറ്റിങ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എടുത്തു, കുറച്ചൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ എടുത്തു. നാളെ ഒക്കുമെങ്കിൽ നാളത്തെ ഇതുപോലെ ഇച്ചിരി ക്ലിപ്പിടാം. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊന്നും ചെയ്യാത്തത് കൊണ്ട് വീഡിയോ ഒന്നും ഇല്ലെന്ന്. അപ്പം നാളെയും രാവിലെ 8 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. അതിന് മുമ്പിട്ട് ഇപ്പം നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് പോകുമ്പം. എണീക്കാനേ നമുക്കൊക്കെ കൂടെ തോന്നത്തില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത്തിരി ട്രാഫിക്കുള്ള സമയം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പ്രൈസമോൻ ഇന്നത്തെ ദിവസം മൊബൈൽ കാണാൻ പറ്റിയില്ലല്ലേ. അപ്പോൾ ഇച്ചിരി നേരം എനിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ തുണി കഴുകുന്ന നേരം കൊണ്ട് ഇച്ചിരി നേരം അവന് മൊബൈൽ കൊടുത്ത് അവനവിടെ ഇങ്ങനെ കിടന്ന് കാണുന്നു. തുണി ഇപ്പോൾ ഇട്ടിട്ട് ലാസ്റ്റ് ആയിട്ടുണ്ട്, കംഫർട്ടൊക്കെ ഒഴിച്ച്. ഇനി ലാസ്റ്റ് അപ്പോൾ തുണി അതാവുന്ന നേരം കൊണ്ട് ഒരു കോഫി കുടിക്കാമെന്ന് വെച്ച്. ഇപ്രാവശ്യം ബ്രൂവിൻ്റെയാണ് കിട്ടിയത്. ഡിമാർട്ടിൽ പോകണേ വേറെ ഒന്നും ഇല്ലായിരുന്നു, ബ്രൂ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്.
അപ്പോൾ ഇച്ചിരി കോഫി ഉണ്ടാക്കിയാണ് കൊച്ചന് വേണമെന്ന് ചോദിച്ചാൽ അവനും ഇച്ചിരി വേണമെന്ന് പറഞ്ഞു. റീച്ചാൻ വന്നിട്ട് നമ്മുടെ പാലുകാരൻ ഓരോ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നും പാല് കിട്ടിയില്ല. അപ്പം രാവിലത്തേക്കിന് വേണമല്ലോ, അങ്ങനെ പാല് വാങ്ങിക്കാൻ മറന്നുപോയി വന്ന വഴിക്ക് വാങ്ങിക്കാൻ. റീച്ചാൻ അങ്ങനെ പാല് വാങ്ങിക്കാൻ പോയേക്കുന്നു. അപ്പം ഞാനൊരു കോഫിയൊക്കെ ഇട്ട് പിന്നെ വന്നിട്ട് പിന്നെ തുണികൾ കൂടി ഇനി വിരിച്ചിട്ട് ഇനിയും പ്രാർത്ഥിച്ച് കിടക്കണം. ആകെ ഇന്നത്തെ ദിവസം എനിക്കാണെങ്കിൽ ഇരുന്നിരുന്നേ നടുവങ്ങ് നല്ല വേദനയെന്ന് വെച്ചാൽ നല്ല വേദനയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.